ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം കുറച്ചു കാലം മുമ്പ് JSW ഗ്രൂപ്പ് നമ്മുടെ MG മോട്ടോഴ്സ് ഇന്ത്യയുടെ കുറച്ച് ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരും കാലങ്ങളിൽ JSW എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ കമ്പനിയും അതുപോലെ തന്നെ MG ഇപ്പോൾ നിലവിൽ സായിക് ഓൺഡാണ്. അതായത് SAIC സായിക് മോട്ടോർ കോർപ്പറേഷൻ എന്ന് പറയും, ഒരു ചൈനീസ് കമ്പനിയാണ്, വളരെ വലിയൊരു ചൈനീസ് കമ്പനിയാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഭൂരിഭാഗം ചൈനയിലുള്ള മിക്ക കമ്പനികളുടെയും അവരുടെയാണ്, അല്ലെങ്കിൽ ഗീലിയുടെ ആയിരിക്കും. നമ്മുടെ വോൾവോ ഒക്കെ ഗീലിയുടെ ആണ്, അവർ GEELY അതാണ് സംഭവം. ഓക്കെ, എനിവേ എന്തായാലും ഇപ്പോൾ നമ്മുടെ MGയും അതുപോലെ JSW ഗ്രൂപ്പും ചേർന്ന് വലിയ കുറച്ച് അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ 4 പുതിയ വാഹനങ്ങളും ഇന്ന് അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന MG5ൻ്റെ സ്റ്റേഷൻ വാഗൺ വേർഷനാണ്. ഇതിൻ്റെ തന്നെ ഒരു സെഡാൻ വേർഷൻ ഈ അടുത്ത് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതല്ല കാണിച്ചത്, ഈ സ്റ്റേഷൻ വാഗൺ മോഡലാണ് കാണിച്ചത്. ഇത് ശരിക്കും അവർ 2023 ഓട്ടോ എക്സ്പോയിലും കാണിച്ച സെയിം മോഡൽ തന്നെയായിരുന്നു. ആൻഡ് ഇതിന് പുറമെ വേറെ 4 വണ്ടികളൂടെ, വേറെ 3 വണ്ടികളൂടെ കാണിച്ചിട്ടുണ്ട്, ടോട്ടൽ 4 വണ്ടികൾ. പക്ഷേ ആ വണ്ടികളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവരിന്ന് ജസ്റ്റ് അൺവെയിൽ ചെയ്തിരിക്കുന്ന 4 വണ്ടികൾ ഒന്നും അല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ JSWയും അതുപോലെ തന്നെ MGയും തമ്മിലുള്ള കൊളാബറേഷനിൽ അവർ ഇനി വരുന്ന 3 to 6 മാസങ്ങളുടെ ഗ്യാപ്പിൽ ഒരു വണ്ടി വെച്ചെങ്കിലും ഇറക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു വർഷം അറ്റ്ലീസ്റ്റ് 2 വണ്ടി ടു മാക്സിമം 4 വണ്ടി വരെ ഇവർ ഇറക്കാൻ ചാൻസ് ഉണ്ട്. 4 വണ്ടികൾ വരെ ഒന്നും ഇറക്കില്ലെങ്കിലും 2 വണ്ടികൾക്ക് ഒരു വർഷം പുതിയതായിട്ട് ഇറക്കാമെന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ വലിയ കാര്യമാണ്. പല ബ്രാൻഡുകൾക്കും അത് ചെയ്യാനൊന്നും പറ്റാറില്ല. മിക്ക ബ്രാൻഡും ഒരു വർഷം ഒരു വണ്ടിയൊക്കെ ഇറക്കിയാൽ തന്നെ അതൊരു സംഭവമായിട്ട് നമ്മൾ കാണേണ്ടി വരും. എന്തായാലും ഇവർ പറഞ്ഞിരിക്കുന്ന ഇത്രയും വലിയ ഒരു സംഭവമാണ്. പിന്നെ ഇവരിപ്പം ഈ JSW ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് ഈ ലോക്കലൈസ് ചെയ്യാനുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതുവരെ നമ്മുടെ MG അങ്ങനെ JSWൻ്റെ സ്റ്റീലൊന്നും ഒരുപാട് ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ വരാൻ പോകുന്ന എല്ലാ MGയുടെ വാഹനങ്ങളും 100% JSWൻ്റെ സ്റ്റീൽ മാത്രമായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന വണ്ടികളൊക്കെ ഇപ്പോൾ നമുക്കറിയാം സായിക് എന്ന് പറയുന്ന ചൈനയിലുള്ള വലിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ പാർട്സ് വെച്ച് ഇവിടെ അവർ മാക്സിമം ലോക്കലൈസ് ചെയ്ത് അസംബിൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇവരുടെ വണ്ടികളുടെയൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലും വലിയ രീതിയിലുള്ള വർധനവ് തന്നെ വരും. 2030 ആകുമ്പോഴേക്കും 100% കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാനാണ് ഇപ്പോൾ MG ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ വണ്ടികളെല്ലാം തന്നെ ഇലക്ട്രിക് ആയിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ ഈ ജോയിൻറ്റ് വെഞ്ചർ, അതായത് നമ്മുടെ JSWയും MGയും തമ്മിൽ ഇറക്കാൻ പോകുന്ന വണ്ടികൾ എല്ലാം EVs മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ MGയുടെ ഫ്യൂച്ചർ വണ്ടികളിലൊന്നും പെട്രോൾ ഡീസൽ പവർഡ് വണ്ടികളൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതല്ലാണ്ട് വേറെ കുറേ ഗുണങ്ങളുണ്ട്. ഇത്രയും വണ്ടികൾ നമുക്ക് കിട്ടുമല്ലോ. ഇലക്ട്രിക് വണ്ടികളിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള വണ്ടികൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ വാങ്ങും. അത് അവർ MG ZS-EVയിലൂടെ വളരെ നന്നായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കാലത്ത് നെക്സോൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടുന്ന ഒരു ഇലക്ട്രിക് വണ്ടി നമ്മുടെ MGയുടെ ZS-EV ആയിരുന്നു. ഇപ്പോൾ പിന്നെയും കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. കാരണം ടാറ്റയുടെ തന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. നെക്സോൺ EV ഉണ്ട്, ടിയാഗോ EV ഉണ്ട്, പഞ്ച് EV ഉണ്ട്. ഇതൊക്കെ തന്നെ ടോപ്പ് 3 പൊസിഷൻസ് അക്വയർ ചെയ്ത് കഴിഞ്ഞു. എനിവേ അത് കുഴപ്പമില്ല. പിന്നെ ഇവർ എന്ന് മുതലാണ് വണ്ടികൾ ഇറക്കാൻ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് 2024 സെപ്റ്റംബർ മുതലെങ്കിലും അവർ ഈ പറയുന്ന വണ്ടികളുടെ എണ്ണം ഇറക്കി തുടങ്ങും. അതായത് ആദ്യത്തെ വണ്ടി ഏറ്റവും കുറഞ്ഞത് 2024 സെപ്റ്റംബറിലെങ്കിലും വന്നിരിക്കുമെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർ പറയുന്ന മാക്സിമം ഡേറ്റ് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ പറയുന്ന 3 to 6 മാസത്തിൻ്റെ കണക്കിൽ വണ്ടികൾ വരാൻ പോകുന്നത്. പിന്നെ ആദ്യം ഞാനൊരു വണ്ടി കാണിച്ചായിരുന്നു, MG5, നമ്മുടെ ഒരു സ്റ്റേഷൻ വാഗൺ പോലത്തെ വണ്ടി വരുന്നത്, കണ്ട SUV പോലെ ഇരിക്കും. എനിവേ പിന്നെ വരാൻ പോകുന്നത് ഈ ഒരു വാഹനമാണ് MG4. ഈ MG4 അത്യാവശ്യം നല്ല വണ്ടിയാണ്. കാരണം ചില മാർക്കറ്റുകളിലൊക്കെ ഇത് നമ്മുടെ ZS-EVനെ വരെ അണ്ടർ കട്ട് ചെയ്ത് ഒരു പ്രൈസ് ചെയ്ത സാഹചര്യം കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും അവർക്ക് ഈ വാഹനം മാക്സിമം ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അണ്ടർ 20 lakhs മറ്റൊരു മികച്ച ഇലക്ട്രിക് വാഹനം കിട്ടിയേക്കാം. ഇത് സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്, സബ് 4 മീറ്റർ അല്ല. അതായത് നെക്സോണേക്കാൾ ഒരു ഇത്തിരി കൂടെ വലുപ്പമുണ്ടെന്ന് പറയും. പക്ഷേ എന്നാൽ ഇൻറ്റീരിയറൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലും നമുക്ക് ചീപ്പായിട്ടുള്ളൊരു വണ്ടിയായിട്ട് തോന്നുകയില്ല. ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ നമ്മുടെ MG കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിന് നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബാറ്ററി കൺഫിഗറേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏത് വരും എന്ന് നമുക്കറിയില്ല. പക്ഷേ അറൗണ്ട് 400 to 500 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ക്ലെയിം റേഞ്ച് തീർച്ചയായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതിപ്പോൾ നേരത്തെ കാണിച്ച MG5നാണെങ്കിലും ആ റേഞ്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ ലോഞ്ച് ആവും എന്ന് കൺഫേം ആയിട്ടില്ല. കാരണം ഇന്ത്യയിൽ നമ്മളങ്ങനെ സ്റ്റേഷൻ വാഗൺസ് വലിയ രീതിയിൽ പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ അതിൻ്റെ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തേക്കാം. എന്തായാലും കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, MG ഇന്ത്യക്ക് വേണ്ടി ഒരു സ്റ്റേഷൻ വാഗൺ അല്ലെങ്കിൽ ഒരു MPV തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, ഇലക്ട്രിക്കിൽ തന്നെ. പിന്നെ അവരിവിടെ ലോക്കലൈസ് ചെയ്തൊരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതായിട്ടും റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 3 പുതിയ വണ്ടികളായിരിക്കും ആ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്ത് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതിവിടെ മാക്സിമം ലോക്കലൈസ് ചെയ്ത് പ്രൈസൊക്കെ കുറച്ച് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്.
പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇറക്കാൻ പോകുന്ന വണ്ടികളിൽ അല്ലെങ്കിൽ ഈ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ മാരുതിയും അതുപോലെ സുസുക്കിയും ഒന്നിച്ചില്ലേ ഏകദേശം 40 വർഷം മുന്നേ, അതായത് ഒരു ഇന്ത്യൻ ബ്രാൻഡും ഒരു ജാപ്പനീസ് ബ്രാൻഡും, അങ്ങനത്തെ ഒരു കൊളാബറേഷനിലേക്കാണ് ഈ സംഭവം വഴിതിരിഞ്ഞ് പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, JSW ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ ഒരു ലീഡിങ് മാനുഫാക്ചറാണ്. അവർ വണ്ടികളുടെ ഫീൽഡിലേക്ക് ഇപ്പോഴാണ് വന്നതെന്നുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്പർ 1 ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ സായിക്കും ചൈനയിൽ നമ്പർ 1 ലീഡിങ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ്, അവർ ഇലക്ട്രിക് വണ്ടികളുടെ മാനുഫാക്ചറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പം ഇന്ത്യയിലും അങ്ങനത്തെ ഒരു റെവല്യൂഷൻ ഫ്യൂച്ചറിൽ വന്നേക്കാം എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ ഇത്രയൊക്കെ വണ്ടികൾ ഇവർ ഇറക്കുന്ന ഒരു വാല്യൂ ഫോർ മണി പ്രൈസിംഗ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും മുന്നോട്ട് പോകാണ്ടിരിക്കേണ്ട കാര്യവും നമ്മൾ നോക്കിയിട്ട് കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും എന്ന് വിചാരിക്കാം. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇവരൊരു വണ്ടിയും കൂടെ കാണിച്ചായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വണ്ടികൾ കണ്ടല്ലോ, MG4 കണ്ടു, അതുപോലെ തന്നെ MG5 കണ്ടു. പിന്നെ നമ്മുടെ MG കൊമറ്റിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ക്യാബ്രിയോളെ പോലത്തെ വേർഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഇറങ്ങുമെന്നുള്ള എനിക്ക് സംശയമുണ്ട്, കാരണം അവർ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചായിരിക്കും. എനിക്കിതിൽ പേഴ്സണലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് MG സൈബർസ്റ്റർ എന്ന് പറയുന്ന ഈ വാഹനമാണ്. ഇത് 2021 അവർ കോൺസെപ്റ്റ് ഷോക്കേസ് ചെയ്തൊരു വാഹനമായിരുന്നു. ആൻഡ് ഇത് ഗ്ലോബലിയൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ വണ്ടി ഇവിടെ അവർ ലോക്കലൈസ് ചെയ്ത് ഇറക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര രസമുള്ളൊരു വാഹനമായിരിക്കും. കാരണം പറഞ്ഞു വരുമ്പം ഇതൊരു സ്പോർട്സ് കാറാണ്, ഇലക്ട്രിക് ആണ് എന്ന് മാത്രം. പക്ഷേ ഈ വാഹനത്തിൻ്റെ 0 to 100 ടൈമിംഗ് ജസ്റ്റ് 3.2 സെക്കൻഡ്സ് ആണ്. അത് മാത്രമല്ല ഈ വണ്ടി ഇന്ത്യയിൽ അറൗണ്ട് 50 lakhs അകത്ത് വരും എന്നാണ് പറയുന്നത്. 50 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്പോർട്ടി കാറിൻ്റെയൊക്കെ ലുക്കുള്ള വണ്ടി, ഇപ്പോൾ സ്പോർട്സ് കാർ എന്ന് പറയുന്ന രീതിയിൽ ലുക്കുള്ള വേറെ പല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷേ അതൊന്നും ട്രൂ സ്പോർട്സ് കാറല്ല. ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ 2-seater കാറാണ്. ആൻഡ് ഇതിപ്പോൾ കൺവേർട്ടബിൾ മോഡലുകളൊക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മറ്റേ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഡോറൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആൻഡ് ഡിസൈൻ ആണെങ്കിൽ അത്യാവശ്യം ഫങ്കിയാണ്, ഇതിൻ്റെ കാണുമ്പോൾ ഒക്കെ ഒരു രസമുണ്ട്. അതായത് ഒരു സ്പോർട്സ് കാറിൻ്റെ ഫീൽ തീർച്ചയായും നിങ്ങൾ ഈ വാഹനം ഓൺ ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഇങ്ങനത്തെ ഒരു ഇതിപ്പം പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വലിയ സെയിലൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, വളരെ നീഷായിട്ടുള്ളൊരു മാർക്കറ്റായിരിക്കും ഈ വാഹനത്തിന് ഉണ്ടാകുന്നത്. പക്ഷേ ഇവർ ഈ ഒരു പ്രൈസ് പോയിന്റിലാണ് ഈ വണ്ടി ഇറക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യമായിരിക്കും. ഈ വാഹനത്തിന് ഗ്ലോബലി 2 ബാറ്ററി പാക്കുകളാണ് വരുന്നത്. ഒരു 64 kWh ബാറ്ററി പാക്ക് ഉണ്ട്, പിന്നെ ഒരു 77 kWh ബാറ്ററി പാക്ക് ഉണ്ട്. ഇതിൽ 77 kWh ബാറ്ററി പാക്കുള്ള മോഡൽ ഓൾ വീൽ ഡ്രൈവിലാണ് വരുന്നത്. അതുപോലെ 580 സംതിങ് bhp ഉണ്ട്, 725 Nm അടുത്ത ടോർക്ക് ഉണ്ട്. ഈ പറഞ്ഞ വണ്ടിയാണ് 3.2 സെക്കൻഡ്സിൽ 0 to 100 ടൈമിംഗ് അച്ചീവ് ചെയ്യുന്നത്. പിന്നെ വരുന്ന റിയർ വീൽ ഡ്രൈവ് മോഡലാണ് 64 kWh ബാറ്ററി പാക്ക് വെച്ചിരുന്നത്. അതിൻ്റെ ക്ലെയിം റേഞ്ച് 520 km അടുത്താണ്. ഈ പറഞ്ഞ ഓൾ വീൽ ഡ്രൈവ് 3.2 സെക്കൻഡ്സിൽ 0 to 100 എത്തുന്ന വണ്ടിയുടെ ക്ലെയിം റേഞ്ച് 580 km ആണ്. പിന്നെ ഇതൊക്കെ ക്ലെയിംഡ് റേഞ്ച് ആണെങ്കിലും ഇന്ത്യൻ നമ്മുടെ ARA ക്ലെയിം ചെയ്തല്ലാത്തതുകൊണ്ട് ഒരു 400 to 500 ഒക്കെ ഈസി ആയിട്ട് നമുക്ക് റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യാം എന്ന് തന്നെ വിചാരിക്കാം. അതുകൊണ്ട് മോശപ്പെട്ട റേഞ്ചാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഇതൊരു സ്പോർട്സ് കാറായിട്ടാണല്ലോ ഒരു മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ത്രോട്ടിലൊക്കെ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റേഞ്ച് താഴേക്ക് വരുമായിരിക്കും. എന്തായാലും ഇത് ഈ ഒരു പ്രൈസ് പോയിന്റിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ പ്രൈസിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വാഹനം തീർച്ചയായും ഇത് തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ EV6 കിട്ടും, 65 lakhs അടുത്താണ് അതിൻ്റെ പ്രൈസ്. അത് എക്സ്ഷോറുമാണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് അണ്ടർ 4 സെക്കൻഡ്സ് ഒന്നും 0 to 100 എത്തില്ല, 4 സെക്കൻഡ്സിന് മുകളിലെടുക്കും. അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഈ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും അതാണ് ഇപ്പോഴത്തെ MGയുടെ വളരെ ഒരു മികച്ച അനൗൺസ്മെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ തന്നെ അവർ പറഞ്ഞ പോലെ നടക്കുകയായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയായിരുന്നു. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.